പല അസുഖങ്ങൾക്കും ഒരു ചികിത്സ പോലെ യോഗ ചെയ്യുമല്ലോ. ഈ പ്രത്യേകിച്ച് തലവേദന പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ, മൈഗ്രെയിൻ പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഈ യോഗ ഒരു നല്ലൊരു മരുന്നാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏതൊക്കെ അസുഖങ്ങൾക്കാണ് യോഗ ഒരു മരുന്നായിട്ട് മാറുന്നത്? അതുപോലെ തന്നെ ഈ തെറാപ്പി രീതിയിൽ നോക്കുമ്പോൾ യോഗ ഏതൊക്കെ രീതിയിലാണുള്ളത്? അതെ. ഇപ്പോ പറഞ്ഞതിനെ നമുക്കൊരു തെറാപ്പറ്റിക് യോഗ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് വിഭാഗം തന്നെയാണ്. അപ്പൊ തെറാപ്പറ്റിക് യോഗ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ ഓരോന്നിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഡയബറ്റീസ് ഉള്ള ഒരാളെ സംബന്ധിച്ച് യോഗ ഫോർ ഡയബറ്റീസ് ഉണ്ട്. അപ്പൊ അവിടെ ആ ഡയബറ്റീസ് ഉള്ള ആള് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള ചില ആസനകളുണ്ട്. അത് അദ്ദേഹത്തിന്റെ പാൻക്രിയാസിനെ കൂടുതൽ, നമുക്കറിയാം ഡയബറ്റീസ് പാൻക്രിയാസ് റിലേറ്റഡ് ആണ്. അപ്പൊ ആ പാൻക്രിയാസിലേക്കുള്ള ബ്ലഡിന്റെ സർക്കുലേഷനെ കൂട്ടുവാനും അതിന്റെ ആ ഒരു പ്രവർത്തനത്തെ ഊർജിതമാക്കാനൊക്കെ സഹായിക്കുന്ന ആസനകളുണ്ട്. അപ്പൊ അത് തന്നെ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട്, അതിനെ തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട് യോഗ ഫോർ ഡയബറ്റീസ് നമ്മൾ പറയും. അതുപോലെ തന്നെ യോഗ ഫോർ ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഡൈനാമിക് യോഗാസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഡൈനാമിക് ആയിട്ടുള്ള പവർഫുൾ യോഗയിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ ഓരോ ഡിസീസ് ഓറിയന്റഡ് ആയിട്ട് ഈ പറയുന്ന പോലെ യോഗ ഫോർ മൈഗ്രെയിൻ ഉണ്ട്, യോഗ ഫോർ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ പ്രോബ്ലംസിന് വേണ്ടി മാത്രം, GI ഇഷ്യൂസ് ഉള്ളവർക്ക് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന യോഗാസ് ഉണ്ട്. അതുകൂടാതെ മസ്കുലോസ്കെലിറ്റൽ ആർത്രൈറ്റിസ് പോലുള്ള പെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന യോഗയുണ്ട്. യോഗ ഫോർ ബാക്ക് പെയിൻ ഉണ്ട്. അപ്പോൾ ഓരോന്നിനെയും ഡിസീസ് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് അവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള യോഗ ആസനകളെല്ലാം ചെയ്ത് അതിന്റെ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളത് ഒഴിവാക്കി നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ തെറാപ്പറ്റിക് വേയിൽ യോഗ നല്ല രീതിയിൽ ഒരു റിസൾട്ട് അവർക്ക് കൊടുക്കുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.